നമസ്കാരം. അതിർത്തിയിൽ അസാധാരണ നീക്കങ്ങൾ തുടർക്കഥയാവുകയാണ്. ഭീകരരെ ചുറ്റിപ്പറ്റി നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 50-ലേറെ ഭീകരർ അതിർത്തി കടന്നെത്തിയെന്ന വിവരം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ജമ്മുകശ്മീരിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം ശക്തമായ ചുവടുകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഭീകരാക്രമണം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജമ്മുകശ്മീരിൽ കമാൻഡോകളെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ്. ഒന്നും രണ്ടുമല്ല, 500 പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളെയാണ് കേന്ദ്രം നിയോഗിച്ചത്. പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച ഭീകരരാണ് അതിർത്തിയിൽ അശാന്തി പടർത്തിക്കൊണ്ടിരിക്കുന്നത്. 50 മുതൽ 55 ഭീകരരോളം അതിർത്തി കടന്നെത്തിയതായിട്ടാണ് സൈന്യത്തിന്റെ നിഗമനം. 3000-ലേറെ സൈനികരെ ഇതിനോടകം തന്നെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷാ സ്ഥിതി വിലയിരുത്താൻ ഉന്നത കരസേനാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നതും അടിവരയിട്ട് പറയണം. ഭീകരരെ തകർക്കാൻ പ്രാദേശിക പിന്തുണയും സൈന്യം തേടുന്നുണ്ട്. മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചാൽ ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളും വനങ്ങളും നുഴഞ്ഞുകയറ്റക്കാർക്ക് സഹായകരമാണെന്നുള്ളതാണ്. കശ്മീരിലെ ഭീകരാക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. 3 വർഷത്തിനിടെ 51 സൈനികരാണ് ജമ്മുകശ്മീരിൽ വീരമൃത്യു വരിച്ചത്. ജൂലൈ 16-ന് ദോഡയിലെ വെടിവെപ്പിൽ 4 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീരിലെ രജൌരിയിൽ സൈനിക പിക്കറ്റിന് നേരെ ഉണ്ടായ വൻ ഭീകരാക്രമണം സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. പ്രദേശത്ത് ശക്തമായ വെടിവെപ്പാണ് ഉണ്ടായത്. രജൌരിയിലെ വിദൂര ഗ്രാമത്തിലാണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണം പരാജയപ്പെടുത്തിയെന്നതാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ നടക്കുകയാണ്. രജൌരിയിലെ ഗുന്ദ മേഖലയിലെ സുരക്ഷാ പോസ്റ്റിന് നേരെ ഭീകരർ വെടിയുതിർത്തതിനെ തുടർന്ന് സുരക്ഷാസേന ശക്തമായ തിരച്ചിലാണ് നടത്തുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് വെടിവെപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ജൂലൈ 19-ന് ജമ്മുകശ്മീരിലെ കെരാൻ സെക്ടറിലെ നിയന്ത്രണ രേഖയിലും ഇത്തരത്തിലുള്ള പോരാട്ടം നടന്നിരുന്നു. നേരത്തെ ജമ്മുകശ്മീരിലെ ദോഡ ജില്ലയിലെ കസ്തിഗഡ് മേഖലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ തീവ്രവാദികളുടെ ഫലപ്രാപ്തിക്ക് സംഭാവന നൽകുന്ന ഒരു പ്രധാന ഘടകം അവർക്ക് വിപുലമായ ആയുധങ്ങളിലേക്കുള്ള ഒരു പ്രവേശനം തന്നെയാണ്. അവരുടെ കൃത്യതയ്ക്കും വിശ്വസ്തതയ്ക്കും പേരുകേട്ട അമേരിക്കൻ M4 റൈഫിളുകളാണ് ഭീകരർ ആയുധമാക്കിയിരിക്കുന്നത് എന്നും വിവരമുണ്ട്. ഈ റൈഫിളുകളിൽ രാത്രി കാഴ്ചകൾ, ടെലസ്കോപ്പിക് ലെൻസുകൾ, എൻക്രിപ്റ്റഡ് റേഡിയോ സെറ്റുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് പ്രദേശങ്ങളിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ തീവ്രവാദികളെ അനുവദിക്കുന്നുണ്ട്. ജമ്മുവിൽ ഭീകരർ M4 റൈഫിളുകൾ ഉപയോഗിക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജമ്മുകശ്മീർ പോലീസ് മുൻ ഡയറക്ടർ ജനറൽ ശശിപോൾ വൈദ് പ്രദേശത്ത് തീവ്രവാദികൾ M4 റൈഫിളുകൾ പതിവായി നേരത്തെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ആയുധങ്ങൾ ഉപേക്ഷിച്ചതിനു ശേഷമാണ് ഈ റൈഫിളുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. 2024 ജൂലൈ 8-ലെ കത്വ ആക്രമണം ഉൾപ്പെടെ ജമ്മു മേഖലയിലെ പ്രധാന ആക്രമണങ്ങളിൽ അവ ഉപയോഗിച്ചു. തീവ്രവാദികൾ M4 റൈഫിളുകൾ ഉപയോഗിക്കുന്നത് ജമ്മുവിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തോക്കുകൾ ജമ്മുകശ്മീരിന്റെ മറ്റു ഭാഗങ്ങളിലും ഭീകരർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വർധനവിന് കാരണമായ ഘടകങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ജമ്മു മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാൻ നിരവധി ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. സുരക്ഷാ സേനയ്ക്കിടയിലെ അലംഭാവമാണ് ഒരു ഘടകമെന്ന് വിദഗ്ധരിൽ ചിലർ പറയുന്നുണ്ട്. മേഖലയിലേക്ക് മാറ്റപ്പെട്ട ചില ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഇൻഫർമേഷൻ നെറ്റ്വർക്കിൽ വേണ്ടത്ര കഠിനാധ്വാനം ചെയ്തില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ തീവ്രവാദ തന്ത്രത്തിലെ മാറ്റമാണ് മറ്റൊരു ഘടകമായി പറയുന്നത്. മുൻകാലങ്ങളിൽ തീവ്രവാദ നീക്കങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാം ഒന്നിടവിട്ട ദിവസങ്ങളിലും പ്രദേശത്തിന്റെ ആധിപത്യത്തിനായി സുരക്ഷാ സേന പർവ്വതങ്ങൾ കയറുമായിരുന്നു. എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങളിൽ കുറവുണ്ടായിട്ടുണ്ടത്രേ. ഇത് തീവ്രവാദികളെ കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചു. ജമ്മു മേഖലയിൽ ഭീകര പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണം യുദ്ധത്തിൽ ശക്തരായ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം, M4 റൈഫിളുകൾ പോലെയുള്ള അത്യാധുനിക ആയുധങ്ങളുടെ ഉപയോഗം, സുരക്ഷാ സേനകൾക്കിടയിലെ ചില പ്രവർത്തികൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെ അഭിസംബോധന ചെയ്യുകയും മേഖലയുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ പുതുക്കിയ തീവ്രവാദ വിരുദ്ധ തന്ത്രം സ്വീകരിക്കുകയും ചെയ്യേണ്ടത് സുരക്ഷാ സേനയ്ക്ക് നിർണായകമാണ് എന്നും വാദങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ജമ്മുകശ്മീരിലെ ഇപ്പോഴത്തെ ഒരു അശാന്തി മാറ്റിയെടുക്കുവാനായി കഠിന പരിശ്രമത്തിൽ തന്നെയാണ് സൈന്യം.